ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ലിങ്ക്ഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കണ്ടന്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ ഇൻ ദ സെൻസ് പല പല മെത്തേഡ്സ് ഉണ്ട് ആക്ച്വലി ജോബ് ഹണ്ടിന് നമ്മളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പോലെ. അതിലെ ഒരു മെത്തേഡാണ്, ഒരു മെത്തേഡല്ല 4 മെത്തേഡ് ഒന്നിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഒറ്റ സ്ട്രെച്ചിൽ ഇത് കാണാൻ വേണ്ടി നോക്കുക. അതേ സമയത്ത് തന്നെ ഞാൻ പറയുന്ന കീ പോയിന്റ്സ് ഉണ്ട്. നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയിലുള്ള പോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെമോ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കോണ്ടന്റിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബ്രീഫായിട്ട് എന്താണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോബ് ഹണ്ട് എങ്ങനെയാണ് ലിങ്ക്ഡിനിൽ നമ്മൾ കൊണ്ടുവരിക. അതായത് ഒരു ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ജോബുകൾ തപ്പിത്തുടങ്ങണം, എന്തൊക്കെയാണ് സെർച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് നല്ലൊരു ജോബിനെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ജോബ് ഹയറിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിടാനുള്ള ഒരു പാത്ത് വേ, ഈ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ആണ്. പക്ഷെ അതത്ര റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കല്ല. ഇനി അഥവാ ഈ ഒരു ടെക്നിക്ക് വെച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ട സമയമാണ്. അതായത് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഡൂയിങ് ആൻഡ് അപ്ലൈയിങ് ജോബ്സ് യൂസിങ് ദാറ്റ് ടെക്നിക്. അറ്റ് ദ സെയിം ടൈം വേറെയും പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യത്തെ ടെക്നിക്കിനെ പറയുന്നതാണ് ഈസി അപ്ലൈ. അതായത് ഇപ്പോൾ ഒരാൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ജോബ് ആഗ്രഹിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നായിരിക്കും സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ സെയിൽസ് എക്സിക്യൂട്ടീവ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കമ്പനിയുടെ പ്രൊഫൈലിൽ എത്തിപ്പെട്ടു. ആ കമ്പനിയുടെ പ്രൊഫൈലിൽ സൈഡിൽ തന്നെ ഈസി അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വിച്ച് മീൻസ് ജസ്റ്റ് അവിടെ പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള വഴി ആയതുകൊണ്ടും അധികം എംപ്ലോയേഴ്സ് അത് ശ്രദ്ധിക്കാത്തൊരു ഫാക്ടർ ആയതുകൊണ്ടും നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും അങ്ങനെ റാപ്പിഡായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ആ ഈസി അപ്ലൈ മെത്തേഡ് ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുന്ന ആ ഒരു മെത്തേഡ് വഴി ഭയങ്കരമായിട്ട് പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് നമ്മളെ ശ്രദ്ധിക്കണം എന്നില്ല. കാരണം ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈസി അപ്ലൈ. റാൻഡം ആയിട്ട് ഇങ്ങനെ ഈസി അപ്ലൈ എന്ന സൈഡിൽ കൊടുത്തിട്ടുള്ള കമ്പനീസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ റാൻഡം ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ആളുകൾ കൊടുക്കുന്നത് എന്നുള്ളത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള HR റിക്രൂട്ടേഴ്സിനും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ, നമുക്ക് പ്രോസ്പെക്റ്റീവായിട്ട് അതായത് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നെക്സ്റ്റ് വഴിയാണ് വിച്ച് ഇസ് ഗോയിങ് ടു ബി ദ ബ്രില്യൻറ്റ് വൺ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ആളുകൾ വഴി നമ്മൾ ജോബിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനും ഈ പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ജോബ് നോക്കുക. അപ്പം നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, ലൈക്ക് ഈ ഒരു പൊസിഷനാണ് വേണ്ടത്. ഇനി അഥവാ അങ്ങനെ ഉദ്ദേശം ഇല്ലാതെ അക്കൗണ്ടൻ്റ് ആയിട്ട്, അക്കൗണ്ടിങ് എക്സിക്യൂട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ ബില്ലിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. ഹൂഎവർ ഇറ്റ് ഇസ്, നിങ്ങൾ കുറച്ച് പ്രൈം കമ്പനികൾ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആമസോൺ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ ജോലിയുടെ തുടക്കത്തിൽ തന്നെ ലിങ്ക്ഡിൻ പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ ആമസോണിൽ ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവായി കിട്ടിയാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ ആമസോണിലെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആ കമ്പനി വെച്ച് സെർച്ച് ചെയ്യുക ലിങ്ക്ഡിനിൽ. അങ്ങനെ ആ കമ്പനി വെച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എല്ലാ പ്രൈം കമ്പനീസിനും, ഈവൻ ദോ പ്രൈം അല്ലാത്ത കമ്പനീസിന് വരെ ഇപ്പോൾ ലിങ്ക്ഡിനിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പേജ് കിട്ടും. ആ പേജ് കിട്ടിക്കഴിഞ്ഞ് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴേക്ക് പോകുന്ന സമയത്ത് തന്നെ നമുക്കതിൽ നോക്കുമ്പോൾ ഏകദേശം അവരുടെ വെബ്സൈറ്റ് കാണാം. ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വെബ്സൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ കമ്പനീസും അവിടുത്തെ എംപ്ലോയി സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ആ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രോസ്പെക്റ്റീവായിട്ട് തോന്നുന്നത്, അതായത് എല്ലാവരെയും റാൻഡം ആയിട്ട് ഫോളോ ചെയ്യണമെന്നേ അല്ല പറയുന്നത്. ഹയറിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, HR മാനേജേഴ്സ് ഉണ്ടാവും, ടാലന്റ് അക്വിസിഷൻ മാനേജേഴ്സ് ഉണ്ടാവും. അവർക്കൊക്കെയാണ് നമുക്ക് ആക്ച്വലി എന്തെങ്കിലും ഒരു ക്ലൂസും കണക്ഷൻസ് ഒക്കെ തരാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ സീനിയർ ലെവൽ ജോബിലുള്ള ആളുകളുടെ പ്രൊഫൈൽ വരെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള പ്രൊഫൈൽസിന് ഫോളോ റിക്വസ്റ്റ് അയച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അങ്ങോട്ട് തന്നെ ഒരു മെസ്സേജ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രീറ്റിംഗ്, എപ്പോഴും ഏതൊരു മെസ്സേജ് അവർക്ക് നമ്മൾ അയക്കുമ്പോഴും നമ്മൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്ട്രേഞ്ചറാണ്. അതുപോലെ തന്നെ വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആണ്. നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെ കൺസ്ട്രക്ട് ചെയ്യുക. ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഹായ്, മൈസെൽഫ് ഇന്നാളാണ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഈ ഒരു കമ്പനിയിലുള്ള ഹയറിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടും എന്താണ് ഇവിടുത്തെ ഒരു കരിയർ ഒരു കൾച്ചറിനെ കുറിച്ചിട്ടും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആളുകളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനികളിലെ ആളുകൾ, ആ പൂൾ ആളുകളിലെ എല്ലാവരെയും ഫോളോ ചെയ്യാനല്ല പറയുന്നത്. നമുക്ക് ഏകദേശം സീനിയർ HR മാനേജേഴ്സ്, ടാലന്റ് അക്വിസിഷൻ മാനേജേഴ്സ് അങ്ങനെയുള്ള ആളുകളുടെ പ്രൊഫൈലിൽ നമ്മൾ മെസ്സേജ് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ജോബിന്
പ്രോസ്പെക്റ്റീവ് ആണോ, എന്താണ് അവിടുത്തെ കൾച്ചർ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ടെക്നിക്ക് വരുന്നത്. ഇത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത ടെക്നിക്കാണ്. കാരണം HR മാനേജേഴ്സ്, എല്ലാ പ്രൈം കമ്പനിയിലും HR മാനേജേഴ്സ് എപ്പോഴും ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോമിനെ ഭയങ്കരമായിട്ട് ജോലിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു വേർഷൻ. അതായത് നിങ്ങൾ നോക്കുന്ന ഒഫീഷ്യൽ കമ്പനിയുടെ ഈ പേജിൽ കയറി, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും. ആ കരിയേഴ്സിൽ അവർ ഇടയ്ക്കിടയ്ക്കുള്ള അവരുടെ ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഓപ്പണിങ്സ് കയറി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേയും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ വഴിയുള്ള ഓപ്പണിങ്സ് അവരായിട്ട് ഒരു കമ്പനിയായിട്ട് കൊടുക്കുന്ന ഓപ്പണിങ്സിലേക്കാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലിങ്ക്ഡിൻ വഴി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാൻസസ് ഉണ്ട്, കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഈസി അപ്ലൈ എന്നുള്ള വഴി നമ്മൾ അത്ര റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു വഴി അല്ലാത്തത് കൊണ്ടും അങ്ങനത്തെ ഒരു വഴിയുണ്ട്. അത് നമുക്ക് പൊതുവിലൊരു ടെൻഡൻസി ഉണ്ട്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വഴികളാണ് നമ്മൾ ആദ്യം തേടുക. പക്ഷെ അത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴി കയറുന്ന ഈ 2 സ്ട്രാറ്റജീസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒന്നിന് നമ്മൾ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന, രണ്ടാമത്തത് ആ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള കരിയേഴ്സിൻ്റെ ഭാഗത്തുള്ള ഇൻഫർമേഷനെ ടാർഗറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നു. നാലാമത്തെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ഞാൻ ഈ പറയുന്ന ടേം നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക, സീനിയർ ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ. അതായത് HR മാനേജർ എന്നല്ല പറയുന്നത്, സീനിയർ ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ. അപ്പോൾ ഈ തരത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രൊഫൈലുകൾ നിങ്ങൾ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് അന്വേഷിച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ #ടാലൻറ്റ് അക്വിസിഷൻ മാനേജേഴ്സ് എന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം കുറച്ച് ആളുകളുടെ പ്രൊഫൈൽ വരും. അപ്പോൾ ഒരു പ്രൊഫൈൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം ഹയറിങ്ങിൽ ഭയങ്കര ആക്റ്റീവാണ്, എത്രത്തോളം കമ്പനികളുടെ പ്രോസസ്സിൽ ഇൻവോൾവ് ആണെന്നുള്ളത്. ഞാനിപ്പോൾ HR മാനേജേഴ്സ്, HR എക്സിക്യൂട്ടീവ് എന്നുള്ള ടേമുകളെക്കാളും കൂടുതൽ സീനിയർ ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ അല്ലെങ്കിൽ ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ എന്നുള്ള പൊസിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വലിയൊരു കാരണം തന്നെ ഉണ്ട്. കാരണം ലിങ്ക്ഡിൻ്റെ കൾച്ചർ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ജോബ് പൊസിഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുവിധപ്പെട്ട പ്രൈം ആയിട്ടുള്ള എല്ലാ കൺട്രികളിലും ടാലൻറ്റ് അക്വിസിഷൻ മാനേജർ എന്നുള്ള ജോബ് പൊസിഷന് ഭയങ്കരമായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട്. അതിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അതിലിരിക്കുന്ന ആളുകളെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ബേസിസിൽ റിക്രൂട്ട്മെൻറ്റിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരേനെ ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഒരു മെസ്സേജ്, നല്ല രീതിക്ക് ഒരു പ്രൊഫഷണൽ മെസ്സേജ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള റെസ്യൂമേയും കൂടെ ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീനിയർ ടാലൻറ്റ് അക്വിസിഷൻ മാനേജറോട് സംസാരിക്കുന്ന ഒരു ഹാഫ് ഓഫ് ദ എഫേർട്ട്, ബാക്കി എല്ലാത്തിനും എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഹാഫ് ഓഫ് ദ എഫേർട്ട് കൊണ്ട് കൂടെ തന്നെ നമുക്ക് നല്ലൊരു ജോബ് പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഹൈലി അപ്ഡേറ്റഡ് ആൻഡ് ഗ്ലാമറസ് കൾച്ചറാണ്. നമ്മൾ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളും ഒരുപാട് പ്ലാറ്റ്ഫോംസും ഒരുപാട് ലേണിംഗ് ആയിട്ടുള്ള മെത്തേഡ്സും പുതിയ തരത്തിലുള്ള ഹയറിങ്സും പല ജോബ് പൊസിഷൻസും നമ്മൾ വേറെ എവിടെയും കാണുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ലിങ്ക്ഡിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കോളേജ് സ്റ്റുഡൻസിനോടക്കം ഇതൊരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. കാരണം കുറേ കാലം മുമ്പ് കുറച്ച് ജോബ് പൊസിഷൻസ് വെച്ചിട്ട് മാത്രമാണ് കമ്പനികൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം മിന്ത്ര പോലെ ഫാഷൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ പോലും അതിലുള്ള ജോബ് പൊസിഷനുകളിലും ടൈറ്റിലുകളിലും ഇപ്പോൾ ഒരു BBA-കാരന് വരെ എത്തിപ്പെടാൻ പറ്റുന്ന ടൈറ്റിലുകൾക്ക് ഭയങ്കരമായിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ആ വെറൈറ്റീസിനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ എന്താണെന്ന് അറിയണം. അങ്ങനെ ലിങ്ക്ഡിൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോരുത്തരെ ഫോളോ ചെയ്തിട്ടും ടാലൻറ്റ് അക്വിസിഷൻ മാനേജേഴ്സിനെ മനസ്സിലാക്കിയും ഓരോ വലിയ പ്രൈം കമ്പനീസിൽ എന്തൊക്കെയാണ് അവർ ഓരോ ഡെയിലി പോസ്റ്റ് ചെയ്യും, അതൊക്കെ ഇനി അപ്കമിങ് വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരും. ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ലിങ്ക്ഡിൻ, ഏത് തരത്തിലാണ് നോക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പല മെത്തേഡ്സ് ഓഫ് ജോബ് ഹണ്ടിങ് അറിയുന്നതും അതിൽ എത്ര പെർസെൻറ്റേജ് ഏതിനാണ് കൂടുതൽ ഇമ്പാക്റ്റ് എന്ന് മനസ്സിലാക്കുന്നത് വഴി നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ചേഞ്ച് വരും. നമ്മൾ എങ്ങനെയാണ് ഒരു ജോബിനെ കാണുന്നതെന്നുള്ള ചേഞ്ച് വരും. പല പുതിയ ജോബ് പൊസിഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വരുന്നതും ഏകദേശം ഒരു ജോബ് ഹണ്ടിൻ്റെ ടൂൾസിനെയും കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ കൾച്ചറിൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചും കൂടിയായിരിക്കും. അപ്പോൾ ആ കൾച്ചറിൻ്റെ ഭാഗമാവാൻ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ നോക്കുക. ആൻഡ് ഏജ് ഇസ് ജസ്റ്റ് എ ബാരിയർ. 18 തൊട്ടിട്ട് 40+ ആളുകൾക്ക് വരെ ഭയങ്കര ആക്റ്റീവായിട്ട് ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നും ജോബ് കൾച്ചർ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ലിങ്ക്ഡിൻ ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് മൈ യൂട്യൂബ് വീഡിയോസ് ഓൾസോ. താങ്ക് യു.